ഞാൻ പഠിക്കുന്ന കാലത്ത് പൊതുവെ കേട്ടുള്ള ഒരു കാര്യാട്ടോ. എന്റെ വീടിന്റെ അടുത്തൊക്കെ എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാര് എന്തെങ്കിലുമൊക്കെ വായിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കാം, അവർക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അവന് തീരെ ബുദ്ധിയില്ല മോളെ, നീ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുള്ളത്. നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഒരു ആവറേജ് മാർക്ക് വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അവൾക്ക് കുറച്ച് ബുദ്ധിയുണ്ട്, നല്ല മാർക്ക് വാങ്ങി പാസ്സാകുന്ന കുട്ടികളെ പറയാം അവള് ഭയങ്കര ബുദ്ധിമതിയാന്ന് പറയൂലേ. അപ്പൊ പൊതുവെ ഈ ബുദ്ധിയുണ്ട് ബുദ്ധിയില്ല എന്നൊക്കെ പറയുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ ജനിക്കുമ്പോഴേ നമ്മളെല്ലാവരും പ്രോപ്പർ ആയിട്ട് ബിഹേവ് ചെയ്യാനും നല്ല രീതിയിൽ പെരുമാറാനൊക്കെ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അവരൊക്കെ ബുദ്ധിയുള്ളവരാണ്. അല്ലാതെ കുറച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടിലുള്ള കുട്ടികളാണെങ്കിൽ സ്പെഷ്യൽ കിഡ്സ് എന്ന് പറയുന്നത് ദൈവം അനുഗ്രഹിച്ച മക്കള്. അങ്ങനെയല്ലാതെ ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് ബുദ്ധിയുള്ള മക്കളാണ്. പക്ഷേ ഞാൻ പഠിക്കുന്നതില് സൈക്കോളജി സാറ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് ലൈഫിൽ 9 ഇന്റലിജൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പം ഈ 9 ഇന്റലിജൻസ് ഓരോ കാറ്റഗറി ആട്ടോ, ആരിത്തമാറ്റിക്, ലിംഗ്വിസ്റ്റിക്സ് ഇന്റലിജൻസ്, അങ്ങനെ ഓരോ കാറ്റഗറി, മ്യൂസിക് ഇന്റലിജൻസ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പം എല്ലാവർക്കും ഈ 9 ഇന്റലിജൻസും ഉണ്ടാവണം എന്നില്ല. എന്നാൽ ചില ആൾക്കാർക്ക് ഇതിൽ ഒരു 4-5 ഇന്റലിജൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പം എനിക്കിപ്പം ഒരു മാത്തമാറ്റിക്സ് ഇന്റലിജൻസ് ഇല്ലെങ്കിൽ എനിക്ക് മാത്സ് ചിലപ്പോൾ പ്രോബ്ലം ആയിരിക്കാം, പക്ഷെ ഞാൻ മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ള ഒരാളായിരിക്കും, നന്നായിട്ട് പാട്ടിനോടൊക്കെ ഇഷ്ടമുള്ളതായിരിക്കും. നമ്മളിപ്പം പറയുന്നില്ലേ ചില മ്യൂസിക് ഡയറക്ടേഴ്സോ ആക്ടേഴ്സ് ഒക്കെ പറയുന്ന കേൾക്കാറില്ലേ, എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഞാനിപ്പം ഒരു ആക്ടറായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മളെ ലൈഫിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് ബുദ്ധി എന്ന് പറയുന്ന കാര്യത്തിനെ തിട്ടപ്പെടുത്തത് നമ്മൾ മാത്സ് നന്നായിട്ട് ചെയ്താലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നന്നായിട്ട് എഴുതിയാലോ ഒന്നും മാത്രമല്ല. നമുക്ക് ഒരുപാട് ഇന്റലിജൻസ് ഉണ്ട്, ഇതിൽ എവിടെയെങ്കിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ആയിട്ട് വരാൻ പറ്റും. അപ്പൊ ഓരോ കുഞ്ഞിനെയും ട്രീറ്റ് ചെയ്യുന്നത് ഇവന് ബുദ്ധിയില്ല, അവൻ മാത്സ് കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോബ്ലംസ് കറക്റ്റ് ചെയ്യുന്നില്ല, ഇംഗ്ലീഷിൽ നന്നായിട്ട് മാർക്ക് വാങ്ങുന്നില്ലെങ്കിലേ ഇവൻ പൊട്ടനാണ്, ഇവന് ബുദ്ധിയില്ല, ഇവന് പഠിക്കൂല, ഇവൻ ബുദ്ധി ഇല്ലാത്ത ആളാണ്, ഐക്യു ഇല്ലാത്തവനാണെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമുക്ക് ഒരുപാട് ഇന്റലിജൻസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ഇന്റലിജൻസ് എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യും. നമുക്ക് പറ്റാത്ത കാര്യങ്ങളെ നമുക്ക് വേണം, മാത്സും കാര്യങ്ങളും ഇല്ലാതിരിക്കരുത്. ആവറേജ് ലെവലിലെങ്കിലും മാർക്ക് വാങ്ങാനുള്ള ലെവലിൽ നമ്മൾ പഠിക്കുക, നമ്മൾ ബുദ്ധിമുട്ടി പഠിക്കാം. പക്ഷെ നമുക്ക് പ്രാപ്തിയുള്ള ഇന്റലിജൻസ് ഉണ്ട്, അവിടെ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുഞ്ഞുങ്ങളെ അങ്ങനെ ശീലിപ്പിക്കുക.